ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും വിജയ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വിപണി. 2 മാസത്തിനുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ തുടർച്ചയായിട്ടുള്ള 6 സെഷനുകളിൽ നേട്ടം രേഖപ്പെടുത്തി. ഇന്ന് ആഗോള സൂചികകളും കൂടാതെ ഏഷ്യൻ വിപണികളും സമ്മിശ്രമായൊരു ഇടത്താണ് ഇന്ന് ഇന്ത്യൻ വിപണി നല്ല നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വിപണികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 103 പോയിന്റ്സ് ഉയർന്ന് 26,013 ക്ലോസ് ചെയ്യുന്നത്. അതായത് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് നല്ലൊരു പോസിറ്റിവിറ്റി ആയി തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാം. സെൻസെക്സ് ആവട്ടെ 388 പോയിന്റ്സ് ആണ് ഉയർന്നത്. മിഡ് ക്യാപ്പ് കൂടാതെ ബാങ്കിങ് ഓഹരികളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 445 പോയിന്റ്സ് നേട്ടത്തോടെ മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ പുതിയ റെക്കോർഡ് ഹൈ കൂടിയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ടറുകൾ തിരിച്ചുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു PSU ബാങ്കുകൾ നല്ല നേട്ടമുണ്ടാക്കിയിരുന്നു, ബാങ്കിങ് ഓഹരികൾ നേട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞതാണ്. 1% മുകളിൽ ആ സെക്ടർ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ 0.85% നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ഓട്ടോ സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുതിച്ചുയർന്നത് ഹീറോ മോട്ടോകോർപ്പ് ആയിരുന്നു, 4% നേട്ടമുണ്ടാക്കി. മറ്റൊരു സ്റ്റോക്ക് നല്ല നേട്ടമുണ്ടാക്കിയത് ഇന്ന് എറ്റേണൽ ആയിരുന്നു. ഭാവിയിലെ ശക്തമായിട്ടുള്ള പ്രതീക്ഷയെ സൂചിപ്പിക്കുന്ന പോസിറ്റീവ് മാനേജ്മെന്റ് കമന്ററികളാണ് സ്റ്റോക്ക് ഉയരാൻ കാരണമായത്. നിഫ്റ്റിയിലെ ഏറ്റവും നഷ്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. പാസഞ്ചർ വെഹിക്കിൾസ് വിഭാഗം 2ാം പാദത്തിൽ ദുർബലമായതിനു ശേഷമാണ് 5% ഇടിഞ്ഞത്. ഇന്ന് നല്ല മൂവ്മെന്റ് നടത്തിയ കുറച്ച് സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം സൈമൺസ്. ശക്തമായിട്ടുള്ള 2ാം പാദ പ്രകടനത്തിന് ശേഷം സ്റ്റോക്ക് 5% നേട്ടമുണ്ടാക്കി. വരുമാനം വർഷം തോറും 16% വർദ്ധിച്ചു. ശക്തമായിട്ടുള്ള ഓർഡർ ഇൻഫ്ലോയും സ്റ്റോക്ക് ഇന്ന് ഉയരാൻ കാരണമായി. നല്ല നേട്ടമുണ്ടാക്കിയ മറ്റൊരു സ്റ്റോക്ക് PB ഫിൻടെക് ആയിരുന്നു, പോളിസി ബസാർ. സ്റ്റോക്ക് ഏകദേശം 5% നേട്ടമാണ് ഉണ്ടാക്കിയത്. അടുത്തതായി എംഫസിസ് എന്ന സ്റ്റോക്കായിരുന്നു. പ്രൊമോട്ടർമാർ ഓഹരികൾ വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടെ സ്റ്റോക്ക് ഏകദേശം 3% ഇടിയുകയുണ്ടായി. നല്ല നേട്ടമുണ്ടാക്കിയ മറ്റൊരു സ്റ്റോക്ക് നാരായണ ഹൃദയാലയായിരുന്നു. ശക്തമായിട്ടുള്ള Q2 റിസൾട്ടുകൾ സ്റ്റോക്ക് 17% വരെ ഉയരാൻ കാരണമായി. മറ്റൊരു സ്റ്റോക്ക് ഐഡിയ ഫോർജ് എന്ന കമ്പനിയാണ്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുതിയ ഒരു ഓർഡർ ലഭിച്ചതോടെ സ്റ്റോക്ക് 8% കുതിച്ചുയർന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരാം. ആ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ വ്യൂ ആണ് പറയുന്നത്. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് തന്നെ ഒരുപാട് സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയ TCS ആവട്ടെ, PI ഇൻഡസ്ട്രീസ് ആവട്ടെ, ബയോകോൺ ആവട്ടെ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആവട്ടെ, ഇങ്ങനെ ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകൾ സന്ദർശിക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ചില പ്രത്യേക പാറ്റേണുകൾ ഫോമായിട്ടുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് PDS ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്, PDSL എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു പോസിറ്റീവ് സൈൻ തന്നെയായി ഇതിനെ കാണാം. ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 418, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 430. സ്റ്റോക്കിൽ ഇപ്പോൾ നല്ല ബുള്ളിഷ് വോളിയം കൂടിയുണ്ട്. അതും തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 385. സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, അതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റലുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നല്ല ഉചിതമായൊരു സ്റ്റോക്കാണെങ്കിൽ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ GRSE എന്ന സ്റ്റോക്കാണ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടുണ്ട്. അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. 2800 മുതൽ 2860 വരെയുള്ള ആ ഒരു സോണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 3059, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 3263. ഇനി സ്റ്റോപ്പ് ലോസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് 2735. ഇത്തരത്തിലുള്ള പാറ്റേണുകൾ വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ അധികവും ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും കൂടുതലായിട്ട് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ, അതുപോലെ ക്യാൻഡിലുകൾ എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. എങ്കിൽ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.